ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ റൂം ഡെക്കറേറ്റ് ചെയ്യാമെന്ന് നോക്കിയാൽ അതിൽ പെട്ട ഒന്നാണ് ബാനർ ഉണ്ടാക്കാൻ തന്നെ. ഈ ബാനർ ഞാൻ ഉണ്ടാക്കിയത് ആനിവേഴ്സറിൻ്റെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഒരു എംപ്റ്റി വാളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ബാനറൊക്കെ എന്തെങ്കിലും വരച്ചിട്ട് ബാനർ ഉണ്ടാക്കിയാൽ നല്ല രസമുണ്ടാവും കാണാൻ. ഞാൻ അങ്ങനത്തെ വേണമെങ്കിൽ വേറെ വീഡിയോ ചെയ്യാം. ഇത് ഉണ്ടാക്കാൻ ഞാൻ എടുത്തത് ഏതോ ഒരു ഷോപ്പിൽ നിന്ന് കിട്ടിയ കവറിൻ്റെ ഉള്ളിലത്തെ ഭാഗം ബ്രൗണും പുറത്തിട്ട് അവരെ പേരൊക്കെ എഴുതിയാണ്ടുള്ള അങ്ങനെ ഉണ്ടാവില്ലേ, അപ്പോൾ ഉള്ളിലത്തെ ഭാഗം കട്ട് ചെയ്തെടുത്തതാണ്. ഉള്ളിലത്തെ ഭാഗം കട്ട് ചെയ്തെടുത്തതല്ല, കട്ട് ചെയ്തപ്പോൾ ആ ബ്രൗൺ സൈഡ് വരുന്നതിൽ ഞാൻ എഴുതി. പേപ്പർ ബാഗിൽ ഏത് കളർ കിട്ടിയാലും ഞാൻ എടുത്ത് വെക്കും. ജേണലിൽ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാതെ വെച്ചിട്ട് എടുത്ത് വെക്കണതാണ്. എന്നിട്ടാണെങ്കിലോ ജേണൽ ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ ആ പേപ്പർ ബാഗ് ഒന്നും കാണൂല. അതൊരു ഒരു പ്രശ്നമാണ്. നമ്മൾ ജേണലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചാൽ എന്താണോ ആവശ്യമുള്ളത് അത് കാണൂല. പിന്നെ ഇങ്ങനത്തെ ബാനറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏത് ഡിസൈനിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു ഭംഗി. ഇങ്ങനെ ഇതിപ്പോൾ ചെയ്തത് ഞാൻ ആനിവേഴ്സറിക്ക് ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്താലേക്കാരം ഭംഗി ഉണ്ടാവുക. ഇനിയിപ്പോൾ നമുക്ക് റൂം ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാനാണെങ്കിൽ ഹാർട്ട്, സ്റ്റാർ, പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസൈൻ ആയാൽ മതി. ക്ലൗഡ് അങ്ങനെയൊക്കെ അല്ലേ, അതെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ചെയ്ത് അത് കയറ് വെച്ച് കെട്ടി തൂക്കി. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ശരി എന്നാൽ ബൈ.